നമസ്കാരം, ഏവർക്കും സ്വാഗതം അമേരിക്കൻ കഫേയിലേക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും ഈ ഒരു എപ്പിസോഡിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നമ്മൾക്ക് നഷ്ടമായത്, പ്രത്യേകിച്ചും നമ്മൾ മലയാളികൾക്ക് നഷ്ടമായത്, മലയാളത്തിൻ്റെ കാവ്യ തേജസ്സായ മഹാകവി ONV കുറുപ്പിനെയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളെപ്പറ്റി പറയുമ്പോൾ മലയാളികളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച വാക്കുകളായിരുന്നു ആ കവിതകൾ. അത് സിനിമാ ഗാനങ്ങളിലൂടെ ആയാലും കവിതാ സമാഹാരങ്ങളിലൂടെ ആയാലും മണ്ണിനെയും മനുഷ്യനെയും എന്തിന് നമ്മളുടെ ഓർമ്മകളെ പോലും മനസ്സിനോട് ഒരുപാട് ചേർത്ത് നിൽക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ച വാക്കുകളായിരുന്നു ആ കവിതകൾ. ആ സൂര്യ തേജസ്സിന് മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ അമേരിക്കൻ കഫേ ഇവിടെ ആരംഭിക്കുന്നത്. ഏവർക്കും സ്വാഗതം. വന്നു ചിരി തൂങ്ങി നിന്നു എന്ന് പറഞ്ഞതിന് ശേഷം മോനിഷ വളരെ സ്വീറ്റായിട്ട് വിനീതിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആ ഒരു രംഗം നമ്മൾക്ക് മലയാളികൾക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. കാരണം ഇത്രയേറെ നൊസ്റ്റാൾജി ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയേറെ നമ്മുടെ നാടിൻ്റെ തനിമകളോട് ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങൾ, അത് അതേപോലെ തന്നെയുള്ള ചലച്ചിത്ര ആവിഷ്കരണങ്ങളൊക്കെ വളരെ കുറവേ നമ്മളുടെ ഓർമ്മകളിലുള്ളൂ അല്ലേ. ചിലതൊക്കെ നമ്മൾ കാണും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകുന്നതൊന്നും എന്താ പറയുക, അത്രമാത്രം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാവില്ല എന്ന പക്ഷക്കാരിയാണ് ഞാൻ. പക്ഷേ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ താഴെ കൂടെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന ഈ നമ്പേഴ്സിൽ നിങ്ങളെല്ലാവരും ഫോൺ ചെയ്യുക. ഞാനിവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഫോൺ കോൾ വരുന്നതിന് മുൻപ് നമ്മളുടെ ആദ്യത്തെ ലെറ്റർ നമുക്ക് വായിക്കാം. ഡേ ആൻഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ. This is Smriti and Deepak from New York. Hello, happy Valentine's Day. നിങ്ങൾക്കും ഇപ്പോൾ തന്നെ വിഷയം ഇവിടെ വാലന്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞു, തിങ്കളാഴ്ച രാവിലെ ആയി. This is our first Valentine's Day together and this is also our first wedding anniversary. അതൊരു വലിയ ഭാഗ്യമാണ് അല്ലേ. വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് വാലന്റൈൻസ് ഡേയുടെ അന്നാവും. അപ്പോൾ ആഘോഷിക്കുവാൻ മലയാളികൾക്ക് എന്തൊക്കെ കാരണങ്ങൾ വേണമെന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെയാണിത്. അപ്പോൾ അതിനോടൊപ്പം വാലന്റൈൻസ് ഡേ, അതോടൊപ്പം തന്നെ വെഡിങ് ആനിവേഴ്സറി, ഇതൊക്കെ ആയിരിക്കുമ്പോൾ സ്മൃതി ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തില്ലേ എന്തായിരിക്കാം സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയെന്ന്. അതിൽ സ്മൃതി എന്തായിരിക്കും ഗിഫ്റ്റ് കൊടുക്കണമെന്നൊന്നും സ്മൃതി അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. മേ ബി അതിനെക്കുറിച്ചൊക്കെ എഴുതി നെക്സ്റ്റ് വീക്കിൽ ഒരു ലെറ്റർ എഴുതിക്കോളൂ കേട്ടോ. Ours was an arranged marriage, so we never got an opportunity to celebrate the Valentine's Day before our marriage. ഇതൊക്കെ എന്താ പറയുക, പെട്ടെന്നുള്ള കല്യാണം അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ഒക്കെ ആകുമ്പോഴേക്കും വളരെ പെട്ടെന്ന് ഇടിപിടിയെന്നായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിൽ പ്ലാൻ ചെയ്ത് വെക്കും. പക്ഷേ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻസിന് അതൊരു വലിയ സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സാധാരണ ബന്ധുക്കളെയും ആൾക്കാരെയും ഒക്കെ വിളിച്ചൊരു കല്യാണത്തിന് എല്ലാവരെയും ഒന്ന് അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു 10,000-2000 പേരുടെ ലിസ്റ്റ് ഉണ്ടാവും. ഇവരെയൊക്കെ വിളിക്കുക, ഒപ്പം കല്യാണത്തിനുള്ള ആഭരണങ്ങൾ എടുക്കുക, ഡ്രസ്സുകൾ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ കല്യാണത്തിന് മുമ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വലിയ ബക്കറ്റ് ലിസ്റ്റൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കേണ്ട സ്ഥിതിയാണ് പലരുടേത്. But in my husband's words, he had too many spoiled Valentine's Day from his college days. He says there are only two things that he has never proposed during his college day. That is one tree in the middle of his college and one statue on the left side of his classroom. അപ്പോൾ വളരെ എന്താ പറയുക, വളരെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു വാലന്റൈൻസ് ഡേകൾ ആഘോഷിച്ചിട്ടുള്ള ആൾ തന്നെയാണ് നമ്മളുടെ പ്രിയപ്പെട്ട ദീപക്. പക്ഷേ ഈ പറയുന്ന ആഘോഷങ്ങൾ അല്ലെങ്കിൽ ചമ്മലുകൾ എന്നൊക്കെ പറയുന്ന പിന്നീടുള്ള കാലത്ത് നമ്മൾക്ക് ഓർക്കുവാനും ചിരിക്കുവാനും ഒക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ നൽകുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും സ്മൃതിക്കും ദീപകിനും എല്ലാവിധ ആനിവേഴ്സറി വിഷസ് നൽകുന്നു. ഒപ്പം ഇവിടെ നിന്ന് ഞാൻ ബിലൈറ്റഡ് ആയിട്ടുള്ള വാലന്റൈൻസ് ഡേ വിഷസ് നൽകുകയാണ്. എനിക്കറിയില്ല നിങ്ങളിപ്പോൾ പ്രോഗ്രാം കാണുന്നുണ്ടോ എന്ന്. നിങ്ങളിപ്പോൾ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡിന്നർ ആണെങ്കിൽ അതൊക്കെ ആസ്വദിക്കൂ. ഒപ്പം നിങ്ങൾക്ക് ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അടുത്ത സോങ്. എഗെയിൻ നമ്മളുടെ നെക്സ്റ്റ് ലെറ്റർ വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ആദ്യമായി കണ്ട 2 ഗാനങ്ങളുടെയും അതിൻ്റെ വിഷ്വൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്നതാണ്. നാട്ടിലെ ആഘോഷങ്ങൾ, കഥകളി, സദ്യ ഉണ്ണുന്നത്, നമ്മളുടെ വീട്ടിലിരുന്ന് കളിക്കുന്നത്, അച്ഛൻ്റെയും അമ്മയോടും കൂടി വഴക്കുണ്ടാക്കുന്നത്, മാങ്ങ തിന്നുന്നത്, മാവിലെറിയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു മലയാളിക്കും അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. നമ്മളുടെ ചില സ്വകാര്യ ഇഷ്ടങ്ങൾ, സ്വകാര്യ സന്തോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. പലപ്പോഴും മറ്റ് നാടുകളിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ നാട്ടിൽ അവധിക്കാലത്ത് വരുന്നുണ്ടെങ്കിൽ, നാട്ടിൽ ഒരു മാസം 2 മാസമൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ മനസ്സിൽ എക്കാലവും നന്നായിട്ട് ഒളിമങ്ങാതെ നിൽക്കും അല്ലേ ഈ ഒരു ചിത്രങ്ങൾ. ഈ അവധിക്കാല ചിത്രങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ
അടുത്ത ലെറ്ററിലേക്ക് കിടക്കുകയാണ്. ഡിയർ ആൻ, ഐ എം കൈലാസ് മേനൻ, റൈറ്റിംഗ് ടു യു ഫ്രം ഹ്യൂസ്റ്റൺ. ഐ വാസ് സോ ഷോക്ക്ഡ് വെൻ ഐ ഹേർഡ് അബൌട്ട് ദ ലോസ് ഓഫ് അവർ ഡിയർ പോയറ്റ് ശ്രീ ONV കുറുപ്പ് സർ. I still remember my school days when I used to sing his poems for all യുവജനോത്സവംസ്. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ ഉള്ളൊരു കാര്യമാണ് യുവജനോത്സവത്തിനൊക്കെ തീർച്ചയായിട്ടും എടുക്കുന്ന കവിതകൾ എന്നൊക്കെ പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ എടുക്കുന്നത് ഒന്നെങ്കിൽ ONV കുറുപ്പ് സാറിൻ്റെ കവിതയായിരിക്കും, അല്ലെങ്കിൽ സുഗതകുമാരി ടീച്ചറിൻ്റെ കവിത, മധുസൂദനൻ നായരുടെ കവിത, ഇങ്ങനെയുള്ള കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയംസ് ഉണ്ട്. ഇത് തന്നെ ആയിരിക്കും എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികളും സ്റ്റേജിൽ കയറി നിന്ന് പാടുന്നത്. പക്ഷേ ഈ പാട്ടുകൾ ഒക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കവിതകളൊക്കെ നമ്മൾ ആലപിക്കുന്ന സമയത്ത് എത്ര കണ്ട് നമ്മൾ അതിൽ ഇൻവോൾവ് ആകുന്നു എന്നതാണ് അതിൻ്റെ അകത്ത് കൂടുതൽ വിജയിക്കുന്നു പരാജയപ്പെടുന്നു എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് നമ്മൾ ഭൂമിയെ പറ്റിയിട്ടുള്ള കവിതകളൊക്കെ വായിക്കുമ്പോൾ, ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇത് നിൻ്റെ എൻ്റെയും ആത്മശാന്തിക്കായി, ഇത് നിൻ്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്കായി ഹൃദയത്തിൽ ഇന്നീ കുറിച്ച ഗീതം എന്നൊക്കെ നമ്മൾ പാടുമ്പോൾ, നമ്മൾക്ക് വളരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി വരുവാണ് ജീവിക്കുവാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ വേദനിപ്പിക്കാതെ ജീവിക്കണമെന്ന ഒരു ഐഡിയ വളരെ ചെറിയ കുട്ടികളുടെ മനസ്സുകളിലേക്ക് അവർ പോലും അറിയാതെ എഴുതി കൊടുക്കുന്ന കവിതകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിനെ ഒന്നുകൂടി വിശുദ്ധീകരിക്കുവാനുണ്ട്. തീർച്ചയായിട്ടും വിശുദ്ധീകരിച്ച ചിന്തകളിൽ നിന്ന് മാത്രമേ ഇത്തരം നല്ല വാക്കുകൾ എന്തായാലും പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. സോ ഐ വിൽ ലിസൺ ടു ഹിസ് പോയംസ് ഓൺ മൈ വേ ടു വർക്ക് ആൻഡ് ബാക്ക്. ആൻഡ് a blessing was when I met him during my college days and he gave me a prize for my essay competition during a യുവജനോത്സവം. അതും ഒരു വളരെ എന്താ പറയുക ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഒരാളെ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അവരോടൊത്തുള്ള നിമിഷങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ക്യാൻ യു പ്ലീസ് പ്ലേ ഹിസ് ഒരു വട്ടം കൂടിയൻ? കൈലാസ് മേനോൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ചൊല്ലുവാനും വളരെ എളുപ്പത്തിൽ ഓർമ്മിച്ച് വെക്കാനും ഒക്കെ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള വരികളായിരുന്നു ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന കവിത. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ അടുത്തതായി പ്ലേ ചെയ്യാൻ പോകുന്നത്. കൈലാസ് മേനോനെ പോലെ തന്നെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന മലയാളികളുടെ മനസ്സുകളിൽ ഒരുപാട് നന്മകളുടെയും ഓർമ്മകളുടെയും ഒക്കെ വിത്തുകൾ പാകിയിട്ടുള്ള കവിതകൾ നമ്മൾക്ക് നൽകിയ മഹാകവി ONV കുറുപ്പിനെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾക്ക് ശ്രവിക്കാം. ഒരിക്കൽ കൂടി ജ്ഞാനപീഠ പുരസ്കാര ജേതാവും മലയാളികളുടെ പ്രിയപ്പെട്ട കവിയുമായ ശ്രീ ONV കുറുപ്പ് സാറിൻ്റെ ആ വരികൾ നമ്മൾ കടമെടുക്കുകയാണ്. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ചില മോഹങ്ങൾ അങ്ങനെയൊക്കെയാണല്ലേ, അത് വെറുതെ ആണ് എന്നറിഞ്ഞാലും നമ്മൾ അതിനോട് മോഹിച്ചു കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അതിൽ കയ്യിൽ കിട്ടണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രണയത്തിൻ്റെ കാര്യത്തിലും യുദ്ധത്തിൻ്റെ കാര്യത്തിലും ആദ്യം തുടങ്ങുന്നതൊക്കെ ഒരുപാട് നിയമങ്ങളും ഒരുപാട് നിബന്ധനകളും ഒക്കെ വെച്ചിട്ടായിരിക്കാം പലരും. പക്ഷെ അതിനുശേഷം ജീവിതത്തോട് അടുക്കുമ്പോൾ വിജയിക്കണോ തോൽക്കണോ എന്നൊരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളല്ലാതായി മാറുന്നു. അതല്ലെങ്കിൽ ഈ നിബന്ധനകളും ഈ നിയമങ്ങളുമൊക്കെ നമ്മൾ പോലും അറിയാതെ കാറ്റിൽ പറന്നു പോകുന്നു എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്താറുണ്ട്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടാണ്. ലോകത്തെങ്ങുമുള്ള പ്രണയിക്കുന്നവർ, തങ്ങളെ പ്രിയപ്പെട്ടവരെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ദിവസം വളരെ എന്താ പറയുക ആഘോഷമായി കാണാറുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ കൊടുക്കാറുണ്ട്, ചോക്ലേറ്റ്സ് കൊടുക്കാറുണ്ട്, ഇഷ്ടമുള്ള യാത്രകൾക്ക് പോകാനുണ്ട്, ചിലർ റെഡ് വൈൻ, റൊമാൻറ്റിക് ഡിന്നർ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് പ്രണയത്തിന് പുതിയ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നവരുണ്ട്. അതുപോലെ പുതിയ പുതിയ ഭാഷ കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ഇതിനൊക്കെ തമാശയുള്ള മറ്റൊരു വശങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ അതിനൊരു വലിയ ബിസിനസ് സൈഡ് കൂടിയുണ്ട്. ഇത്രമാത്രം സെയിൽസ് നടക്കുന്നത്, എസ്പെഷ്യലി ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ഈ ഗിഫ്റ്റ്സ്, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇത്രമാത്രം സെയിൽസ് നടക്കുന്ന ഒരു സമയം കൂടി വർഷത്തിൽ വളരെ ചുരുക്കമേ വരാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് നമ്മൾക്ക് ഇഷ്ടമാണ് എന്ന് പറയുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അതിപ്പം
ഫ്ലവേഴ്സ് ആയിരിക്കാം, ചോക്ലേറ്റ്സ് ആയിരിക്കാം, കൊടുക്കുന്ന എന്തെങ്കിലും മറ്റ് ഗിഫ്റ്റ്സ് ആയിരിക്കാം. അതിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് നമ്മളുടെ മനസ്സിൻ്റെ വികാരങ്ങൾ തന്നെയായിരിക്കാം. ചുവന്ന പൂക്കൾ കൊടുക്കുമ്പോൾ നിന്നെ കാണുമ്പോൾ എൻ്റെ മനസ്സും ഇതുപോലെ തന്നെ ചുവന്ന തുടുത്ത് വരും, നാണിച്ചു വരും എന്നൊക്കെ ആയിരിക്കാം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് റിസീവിങ് എൻഡിൽ നിൽക്കുന്നവർ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഒരു സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രണയത്തിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ലോകത്തിലുള്ള വിവിധ പേരുകൾ നമ്മൾക്ക് എടുത്തു നോക്കാം. അതായത് പ്രണയത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവർ എത്രമാത്രമാണ് എന്ന് നമ്മൾക്ക് എടുത്തു നോക്കാം. പക്ഷേ ആ പേരുകളുടെ ലിസ്റ്റുകളൊക്കെ എടുത്തു നോക്കുമ്പം റോമിയോ ജൂലിയറ്റ്, അതുപോലെ തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഷാജഹാൻ, മുംതാസ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രണയങ്ങൾ നമ്മൾ എടുത്തു കാണാം. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന വലിയൊരു സത്യമുണ്ട്. ഇവരുടെ പ്രണയമൊക്കെ എങ്ങനെയെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ അനശ്വരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലർക്കും കല്യാണം കഴിച്ച് ഒരു ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കാൻ സാധിക്കാത്ത ഒരുപാട് പേരുടെ പ്രണയങ്ങളാണ് നമ്മൾ ഹൃദയത്തിലേറ്റിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ അത് വിവാഹം കഴിക്കണം, അതല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒത്തുചേരണം എന്ന ലിഖിതമായ നിയമത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. പകരം നഷ്ടപ്പെടുന്നവരുടെയും വിട്ടുകൊടുക്കുന്നവരുടെയും കൂടി ജീവിതമാണ് നമ്മളുടെ ഓരോ ദിവസവും ഓരോ പ്രണയകാലങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നുകൂടി വിനീതമായി നിങ്ങളെ ഏവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഹാർട്ടി വാലന്റൈൻസ് ഡേ വിഷ് കൂടി നൽകിക്കൊണ്ട് നമ്മൾക്ക് അടുത്ത സോങ്ങിലേക്ക് കിടക്കാം. അമേരിക്കൻ കഫേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആൻപാലി. ദുൽഖർ സൽമാൻ പാടി തകർത്തഭിനയിച്ച ചാർലി എന്ന ചിത്രത്തിലെ സുന്ദരി പെണ്ണേ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഗാനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അമേരിക്കൻ കഫേയിൽ നെക്സ്റ്റ് ഒരു ലെറ്റർ വായിക്കുന്ന സമയമായിട്ടുണ്ട്. ഹലോ ആൻഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ വിഷസ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവരും വിഷ് ചെയ്യുന്നതിനൊന്നും ഒരു കുറവുമില്ല. ഓക്കെ, ബട്ട് ടു ടെൽ ദ ട്രൂത്ത് ഐ ലവ് ദ ഇന്ത്യൻ വേർഷൻസ് ഓഫ് ഇറ്റ്, ദാറ്റ് ഈസ് ദ കർവാ ചൗത്ത് ആൻഡ് തിരുവാതിര. അത് ശരിയാണ് കേട്ടോ. അങ്ങനെ ഒരു തോട്ട് ഉണ്ടായത്, ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട് ഉണ്ടായത് തന്നെ ഒരു സ്പെഷ്യൽ കാര്യമാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ. എസ്പെഷ്യലി നമ്മൾക്കിപ്പം ഈ കഴ്വാ ചൗത്ത് ആയാലും തിരുവാതിര ആയാലും കൂടുതലും രാത്രിയിലാണ് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ വാലന്റൈൻസ് ഡേ ആകുമ്പോൾ പകൽ ആഘോഷിക്കാൻ, സ്പെഷ്യലി കോളേജിലും ഓഫീസസിലും ഒക്കെ ആണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നമ്മളെ വന്ന് കാണാനും ഗിഫ്റ്റ്സ് തരാനും പ്രപ്പോസ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു അവസരം കൂടിയാണല്ലോ അത്. മേ ബി അതുകൊണ്ടാണെന്ന് തോന്നുന്നു, അത്രയും ഓപ്പൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിന് ഇത്രയും ആളുകൾക്കിടയിൽ സ്വീകാര്യത വന്നത്. ഓക്കെ, ഐ യൂസ് ടു സെലിബ്രേറ്റ് ബോത്ത് ദീസ് സ്പെഷ്യൽ ഡേയ്സ് സിൻസ് മൈ ഫാമിലി വാസ് സെറ്റിൽഡ് ഇൻ ഡൽഹി for 20 years. Now I'm a housewife with 2 daughters. Can you please play a romantic song for me? Sri Lakshmi Pradeep. നമ്മൾക്ക് തിരുവാതിര ആയാലും കഴ്വാ ചൗത്ത് ആയാലും അതൊക്കെ രാത്രിയിൽ ആഘോഷിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ അകത്തൊക്കെ വിശന്നിരിക്കുക എന്നുള്ളൊരു നിബന്ധന കൂടി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇന്നത്തെ ജനറേഷനിലുള്ള ചിലർക്കെങ്കിലും അതിനോട് അത്രയ്ക്കൊരു ഇഷ്ടമില്ലാത്തത്. ബട്ട് സ്റ്റിൽ ഐ ഡു അഗ്രി. തിരുവാതിര എന്ന് പറയുന്നത് ആ ഒരു ദിവസം എന്നൊക്കെ പറയുന്നതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ്. മാത്രമല്ല തിരുവാതിരയുടെ അന്ന് രാത്രിയൊക്കെ ഇങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ഇരിക്കുകയാണെങ്കിൽ കേൾക്കാം ദൂരെ അമ്പലത്തിൽ നിന്ന് പാട്ടുകൾ കേൾക്കുന്നത്, അതോടൊപ്പം തന്നെ കൈകൊട്ടിക്കളിയുടെ ശബ്ദം കേൾക്കാം. പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക, നോമ്പ് നോറ്റ് ഉറക്കം വിളച്ച് ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഭർത്താവിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ അതിനൊരു വലിയൊരു പേർപ്പസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇത്തരമൊരു ദിവസങ്ങൾ പണ്ടൊക്കെ സ്ത്രീകൾക്ക് രാത്രിയിൽ പൊതുവെ ഉറക്കമുളച്ചിരിക്കാനും അതുപോലെ രാത്രിയിൽ വീടിന് പുറത്തേക്കൊക്കെ ഇറങ്ങാനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള കാലഘട്ടമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ വരുമ്പോഴായിരിക്കും സ്ത്രീകളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ലിബറേറ്റഡ് ആവുന്നത്. മാത്രമല്ല കൂടുതൽ സ്വാതന്ത്ര്യം, കൂടുതൽ സന്തോഷം, രാത്രിയുടെ ഭംഗി എങ്ങനെയാണെന്ന് ശരിക്കും ആസ്വദിക്കാൻ പറ്റുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പഴയ കാലത്തുള്ള ആൾക്കാർക്ക് ഈ തിരുവാതിരയും കഴ്വാ ചൗത്തും എന്നൊക്കെ പറയുന്നത് അതിൻ്റേതായ ഭംഗി പൂർണ്ണമായും നഷ്ടപ്പെടാതെ തന്നെ ആസ്വദിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം അല്ലേ, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് ഷിഫ്റ്റ്സ് പല സമയത്താണെങ്കിൽ രാത്രിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മിക്കവാറും ദിവസം പലർക്കും നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ തിരുവാതിരയായിരിക്കും. നമ്മളിങ്ങനെ മേപ്പോട്ട് നോക്കി ഇങ്ങനെ ജീവിതം എന്താണ് എന്ന് ആലോചിച്ച് വെപ്രാളപ്പെട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഓർക്കുന്നത് ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ, ഇന്ന് ഒരു നല്ല വിഷ് കൊടുക്കണമല്ലോ, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകണമല്ലോ എന്നൊക്കെ. അപ്പോൾ അത്തരം സർപ്രൈസ് ഗിഫ്റ്റ്സും നല്ല വിഷസും ഒക്കെ കൊടുക്കുവാൻ വേണ്ടി നിങ്ങളൊക്കെ തയ്യാറെടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും ആരും ഒട്ടും ഡിലേ വിചാരിക്കേണ്ട, ഒട്ടും മടിയും വിചാരിക്കേണ്ട. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ് എങ്കിൽ കൂടി നിങ്ങളുടെ പ്രപ്പോസൽ സക്സസ്ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ
ജസ്റ്റ് ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി, ദാറ്റ് പേഴ്സൺ വാസ് നോട്ട് മെൻ ടു ബി വിത്ത് യു. അതല്ല എങ്കിൽ നിങ്ങളെ വിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക് അവർ പോകുന്നുണ്ടെങ്കിലും അത് ഈ ഒരു കാര്യം വിചാരിച്ചാൽ മതി, അവർക്ക് നിങ്ങളുടെ ലൈഫിലുള്ള പേർപ്പസ് അതല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്ന സമയം അവിടെ കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണെന്ന്. അപ്പോൾ ഇത്തരം നല്ല നല്ല ചിന്തകൾ, പോസിറ്റീവ് തോട്ട്സ് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങുകയാണ് എങ്കിൽ നമ്മൾക്ക് സുഖമായാലും സന്തോഷമായാലും രണ്ടും ഈക്വലി ഒരേപോലെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരം വർത്തമാനങ്ങളൊക്കെ ഇനി നമ്മൾക്ക് അടുത്ത സെഷനിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് നല്ലൊരു അടിപൊളി സോങ് കാണുവാനുണ്ട്. ആ സോങ് കണ്ടതിന് ശേഷം തിരിച്ചെത്താം അമേരിക്കൻ കഫേയിലേക്ക്. നിങ്ങളോടൊപ്പം ഞാൻ പാലി. കുറേ നാളുകൾക്ക് മുമ്പ് 2 പേര് നായാടുവാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഇവിടുന്ന് വളരെ ദൂരത്ത് നിന്നും കുറേ മൃഗങ്ങളുടെ ശബ്ദം കേട്ടു. ഇവർ കുറേ സമയം ഈ ശബ്ദത്തിനോടൊക്കെ ഇങ്ങനെ അടുത്ത് ചെവി ഓർത്തിരുന്നു, ദൈവമേ ഈ ശബ്ദം നമ്മുടെ അടുത്ത് നിന്നാണോ എന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ശബ്ദം ഇവരുടെ അടുത്തേക്ക് ചേർന്ന് വരുന്നുണ്ടെന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സേഫ് അല്ല, അവിടെ നിന്ന് യാത്ര തിരിച്ചേ പറ്റുമെന്ന്. അപ്പോൾ 2 പേരും കൂടെ വേഗം എണീറ്റ് ഓടിപ്പിറക്കി കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേഗം ഓടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ ആദ്യത്തെ ആൾ ഓടുന്നതിനിടയിൽ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പിറകിലത്തെ ആൾ അവിടെ സാവധാനം ഇരുന്ന് ഷൂവിൻ്റെ ലേസ് കെട്ടുകയാണ്. അപ്പോൾ ഇയാൾ തിരിച്ചു ചോദിച്ചു, ഉള്ള നേരത്ത് ജീവനം കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുവാനല്ലേ നോക്കേണ്ടത്, ഇതെന്തിനാണ് ഇപ്പോൾ ഷൂസിൻ്റെ ലേസ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇനി നമ്മൾ ഇവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചു എന്ന് വിചാരിച്ചാൽ നീ എന്നേക്കുള്ളും ഒരു 2 മിനിറ്റ് മുൻപേ ഓടി എന്നും കരുതുക. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം ഓടിക്കഴിയുമ്പോൾ പിറകെ ലേസ് കെട്ടി നല്ല വൃത്തിയുള്ള ഷൂസൊക്കെ ആയിട്ട് പുറകെ ഓടുന്ന എനിക്ക് സ്വാഭാവികമായും നിന്നേക്കാളും കുറച്ച് കഴിയുമ്പോൾ കുറേ കൂടെ ദൂരം വളരെ പെട്ടെന്ന് ഓടിയെത്തുവാൻ കഴിയും. നമ്മുടെ പിറകെ വരുന്നത് അതിപ്പോൾ കടുവയായാലും സിംഹമായാലും കാട്ടുകുരങ്ങായാലും ശരി, നമ്മളെ പിടിക്കുവാൻ അതിന് അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ നിന്നേക്കാളും ഒരു 5 സെക്കൻഡ് ആയാലും മുൻപേ ഓടുന്ന എന്നെ പിടിക്കുന്നതിന് മുൻപ് തന്നെ നിന്നെ പിടിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതം കുറച്ചുകൂടി സേഫ് ആകും, ഞാൻ രക്ഷപ്പെടുകയും ചെയ്യുന്നുവെന്ന്. ജീവിതത്തിൽ എപ്പോഴും ഒരു എക്സ്ട്രാ എഡ്ജ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ബുദ്ധിമുട്ട് എടുക്കുന്ന ആൾക്കാർക്ക്, കുറച്ചുകൂടി ഹാർഡ് വർക്ക് ആയാലും ഒരു 5 മിനിറ്റ് കൂടി ഹാർഡ് വർക്ക് എടുക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും റിസൾട്ട് ഒരുപാട് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അറിയാം, പരീക്ഷയ്ക്കാണെങ്കിൽ ഏറ്റവും അവസാനത്തെ 5 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുമ്പോഴായിരിക്കും ചില തെറ്റുകളൊക്കെ ഒന്ന് തിരുത്താനുണ്ടല്ലോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അവസാനത്തെ 5 മിനിറ്റ് ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ കൂടി ആഡ് ചെയ്യുമ്പോഴായിരിക്കും ആ കറിക്ക് അതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു പുതിയ രുചി, ഒരു പുതിയ മണം ഒക്കെ കിട്ടുന്നത്. ഇതേപോലെ തന്നെയാണ് റിലേഷൻസിൻ്റെ കാര്യം. അതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയാതെ തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ, അതുമല്ലെങ്കിൽ അവർക്ക് എന്നും ഡെയിലി ചെയ്യുന്ന റൂട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് റോൾ റിവേഴ്സൽ ചെയ്ത് വെച്ച് ഒന്ന് ചെയ്ത് നോക്കുമ്പോഴൊക്കെ ആയിരിക്കും പലപ്പോഴും ലൈഫിൽ ഒരു എക്സ്ട്രാ ഒരു എനർജി ഒക്കെ പോസിറ്റീവ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തിരക്ക് പിടിച്ച് ഓടുന്ന സമയമാണ്. പഴയ കാലത്തെ പോലെ ഒരാൾ കൃത്യമായി വീട്ടിലിരിക്കുക, മറ്റൊരാൾ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ സ്ഥിരമായി ഓഫീസിലും സ്കൂളിലും വെച്ചിട്ട് 10 to 5 ആ ഒരു സമയത്ത് കാണുക എന്നുള്ള അവസ്ഥയിൽ നിന്നുമൊക്കെ നമ്മളുടെ ജീവിതം നമ്മൾ ഒരുപാട് മാറ്റിയിരിക്കുകയാണ്. പുതിയ ജീവിതശൈലികൾ വരുമ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്സിലും പുതിയ ചില ശൈലികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു എന്ന് കൂടി തോന്നുന്ന ഒരു സമയമാണിത്. ചിലർ പറയുന്നത് പോലെ ഒരു ബാലൻസിങ്ങിൻ്റെ കൂടെ സമയം. അതായത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യുമ്പോൾ ഇഷ്ടമില്ലാത്ത വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ചെയ്യുവാൻ ഒരല്പസമയം നമ്മൾ ജീവിതത്തിൽ കരുതേണ്ടി വരുന്നതിൻ്റെ ആവശ്യകത. ഇത്തരം ചില തോട്ട്സ് നിങ്ങളുടെ കൂട്ടത്തിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ വാലന്റൈൻസ് ഡേ കൂടുതൽ കളർഫുള്ളും ബ്യൂട്ടിഫുള്ളും ആകുവാൻ വേണ്ടിയാണ്. ഈ വാലന്റൈൻസ് ഡേയിൽ നിന്നും അടുത്ത വാലന്റൈൻസ് ഡേയിലേക്കുള്ള ദൂരത്തിനിടയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുവാൻ കൂടി വേണ്ടിയാണ്. അത്തരം സംഭവങ്ങൾക്കും അത്തരം സന്തോഷങ്ങൾക്കുമായി നമ്മൾക്ക് കാത്തിരിക്കാം. പക്ഷേ ഒരു സോങ് കാണാം അതിനു മുൻപായിട്ട്. അപ്പോൾ നിങ്ങൾ അതിനുശേഷം തിരിച്ചെത്തുക അമേരിക്കൻ കഫേയിൽ. നിങ്ങളോടൊപ്പം ഞാൻ പാലി. ഒരിക്കൽ ഒരാളുടെ അടുത്ത്, ഒരു വലിയ സന്യാസി ശ്രേഷ്ഠൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, എല്ലാവരും സംസാരിക്കുമ്പോൾ, അത് എല്ലാവരും ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഉറക്കെ സംസാരിക്കുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു,
ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഒരുപാട് ദൂരത്താണ് ഇരിക്കുന്നത്. അപ്പോൾ രണ്ടുപേർ ഒരുപാട് ഡിസ്റ്റൻസ് അവർക്കിടയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സംസാരിക്കുമ്പോൾ ഒരുപാട് ഉറക്കെ സംസാരിക്കണമല്ലോ, എങ്കിലല്ലേ അവർക്ക് പരസ്പരം കേൾക്കുവാൻ കഴിയുകയുള്ളൂ എന്ന്. അപ്പോൾ അവർ ചോദിച്ചു, ശരി, അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അത് സത്യം തന്നെ. പക്ഷേ വളരെ പതുക്കെ, അല്ലെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പതുക്കെ സംസാരിക്കുന്ന ആൾക്കാരുമുണ്ടല്ലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നവർ അവരെന്തെങ്കിലും കാര്യങ്ങൾ പരസ്പരം പറയുന്നുണ്ടെങ്കിൽ, വളരെ പതുക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒന്ന് മാത്രമാണ്, അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ അത്രമാത്രം അടുത്തിരിക്കുന്നുവെന്ന്. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്ത് ഹൃദയങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരാളെ നമ്മുടെ അടുത്തുണ്ട് എന്ന് ഒരു ഫീൽ ഉണ്ടാവണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. സ്കൈപ്പ് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, FB ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും ഫോൺ ചെയ്യാം. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാതെ തന്നെ അവിടെ ഇരിക്കുന്നവർ എല്ലാം മനസ്സിലാക്കും എന്ന തോന്നലിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരും വളരെ അധികമുണ്ട്, അല്ലേ? സ്നേഹമെന്ന് പറയുന്നത് കാറ്റ് പോലെയും വെള്ളം പോലെയും ഒക്കെയാണെന്നാണ് പറയുന്നത്. അതെവിടെയെങ്കിലും ഒരിടത്ത് തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ അതവിടെ ഉണ്ട് എന്ന് നമ്മൾക്ക് തോന്നുകയില്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു വസ്തു നമ്മളുടെ അടുത്തുണ്ടെന്ന് തോന്നണമെങ്കിൽ മെല്ലെ കാറ്റൊന്ന് നമ്മളെ തഴുകി പോകണം. വെള്ളമാണെങ്കിൽ വളരെ പതുക്കെയാണെങ്കിലും ഒന്ന് ഒഴുകി കാണിക്കണം. എങ്കിൽ മാത്രമേ അതവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീൽ അത് കാണുന്നവർക്കും അത് ഹോൾഡ് ചെയ്യുന്നവർക്കും തോന്നുകയുള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ പഞ്ചഭൂതങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രണയം എന്നത് മണ്ണ് പോലെയാണ് എന്നും പറയുന്നവരുണ്ട്. അതായത് കൈവിരലുകൾക്കിടയിൽ ഹോൾഡ് ചെയ്യുമ്പോൾ വിരലുകൾ ഒരുപാട് സ്റ്റിഫണായി പിടിച്ചുകൊണ്ട് അത് വിരലുകൾക്കിടയിലൂടെ താഴേക്ക് ഊർന്നു പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് ലൂസായി വിട്ടുകൊണ്ട് വീണ്ടും അത് നമ്മൾക്കിടയിൽ നിന്നും നഷ്ടപ്പെടുവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളോടൊക്കെ ഉപമിച്ചുകൊണ്ട് പലരും നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് ഒന്ന് തന്നെയാണ്, പ്രണയത്തിനിടയിൽ, ജീവിതത്തിനിടയിൽ കടുംപിടുത്തങ്ങൾ പാടില്ല എന്ന്. കടുംപിടുത്തങ്ങളും ഷാഠ്യങ്ങളും ഈഗോസും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള മനസ്സുകൾക്ക് മാത്രമേ പരസ്പരം സ്നേഹിക്കുവാനും പൂർണ്ണമായി ഇഷ്ടപ്പെടുവാനും മനസ്സിലാക്കുവാനും ഒക്കെ കഴിയുകയുള്ളൂ എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് അടുത്ത സോങ് കാണാം, അമേരിക്കൻ കഫേയിൽ. മഴ, മഴത്തുള്ളി, റോജാപ്പൂവ്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു പ്രണയമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടി ഉണ്ടാകും, അല്ലേ? ഒരു സെക്കൻഡ്, ഒരു കോളുണ്ടേ. ഹലോ ഹലോ ഹലോ, യെസ്, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ജോർജ് വന്നിലം. ജോർജ്, അതിനുശേഷമുള്ള പേര് പറയൂ ഒന്നുകൂടെ. വന്നിലം. വന്നിലം. എവിടെയായിരുന്നു? നാട്ടിലെവിടെയാ സ്ഥലം? നാട്ടില് കൂത്താട്ടുകുളം. കൂത്താട്ടുകുളം, ആഹാ, നമ്മുടെ അടുത്ത സ്ഥലമാണല്ലോ കൂത്താട്ടുകുളം, രാമപുരം ഒക്കെ. ഹലോ ഹലോ, ഓക്കെ, എവിടെയാണ്? US എവിടെയാണെന്ന് പറയൂ. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ടിവിയിലേക്ക് നോക്കരുത് കേട്ടോ. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതും ടിവിയിൽ കാണുന്നതും തമ്മിൽ കുറച്ചൊരു സെക്കൻഡ്സിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ടിവിയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഡിലേ ഉണ്ടാവും സംസാരിക്കുമ്പോ. മുഖം ഒന്ന് തിരിച്ചു വെച്ച് സംസാരിക്കാം. ഓക്കെ ഓക്കെ, ഫൈൻ. ഹാപ്പി വാലന്റൈൻസ് ഡേ. എങ്ങനെ ഉണ്ടായിരുന്നു വാലന്റൈൻസ് ഡേ ഒക്കെ? ആഘോഷിച്ചോ? വാലന്റൈൻസ് ഡേ വളരെ കാര്യമായിട്ടുള്ള ആഘോഷിക്കാനുള്ള പ്രായമൊന്നുമല്ല, അതിലൊക്കെ പ്രായം കഴിഞ്ഞു വരുന്ന ആളാണ്. അങ്ങനെ പ്രണയത്തിന് പ്രായമൊക്കെ ഉണ്ടോ? അതേ രീതിയിലുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ട്. ഞാനും ഭാര്യയും ഞങ്ങൾ ഒന്നിച്ച് പള്ളിയിൽ പോയി. പള്ളിയില് അതിൻ്റെതായിട്ടുള്ള തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ലണ്ടൻ ടൈം ആണല്ലോ, 50 നോയമ്പ്, അതിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനകളും അതിൻ്റെതായിട്ടുള്ള വസ്ത്രധാരണ രീതിയിലും ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഈ വിവാഹത്തിന് ശേഷം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അതെ അതെ. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ അതാ ചോദിച്ചത്, വിവാഹത്തിന് ശേഷം ഭാര്യയ്ക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളിൽ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗിഫ്റ്റ് എന്തായിരുന്നു എന്ന് ഓർമ്മിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഞാനിതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. അയ്യോ, സോ സ്വീറ്റ്. അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്തായിരുന്നു? പ്രിയപ്പെട്ടത് ഞാൻ എന്നെ തന്നെ കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അതൊരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പൂർണ്ണമായിട്ടും നമ്മളുടെ ഒരു വ്യക്തിത്വം അവർക്ക് വേണ്ടിയിട്ട് കുറേയെങ്കിലും ഒക്കെ മാറ്റങ്ങൾ നടത്തേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷം
ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണ് ജോർജ് ചേട്ടന്? ശരിക്കും നല്ലൊരു വ്യത്യാസം, എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായോ? ധാരാളം ചേഞ്ചസ്, പ്രായത്തിൻ്റെതായിട്ടുള്ള ചേഞ്ചുകളുണ്ടല്ലോ. അല്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഞാൻ കുറച്ചും കൂടി പക്വതയേറിയ ഒരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. ആണോ? കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിനും ഉള്ള കഴിവൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. ആണല്ലേ? അതിപ്പോ കല്യാണത്തിന് ശേഷമാണോ വന്നത് അതോ കുട്ടികളൊക്കെ ആയതിനു ശേഷമായിരുന്നോ അങ്ങനെ ഒരു മാറ്റം? കല്യാണം കഴിയില്ല, ഒരു സഡൻ ആയിട്ടുള്ള ചേഞ്ച് ഒന്നും അല്ലല്ലോ. എല്ലാം ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. കല്യാണം കഴിഞ്ഞപ്പോൾ മുതലുള്ളത് തുടങ്ങി ഇപ്പോഴും ആ സമയത്തുള്ള രീതിയിലുള്ള ചേഞ്ചുകൾ നടക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. വൈഫിന്റെ പേരെന്താണ്? എന്റെ വൈഫിന്റെ പേര് ഞാൻ വിളിക്കുന്നത് ബേബി എന്നാണ്. ബേബി വന്നില്ല. ഓക്കെ, അടുത്തുണ്ടോ? സംസാരിക്കാൻ പറ്റുമോ? ഉണ്ട്, തീർച്ചയായിട്ടും പറ്റും. കൊടുക്കാം. വൈഫിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഹലോ ബേബി ചേച്ചി, ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു ടു. ഓക്കെ, വാലന്റൈൻസ് ഡേ ഒക്കെ പള്ളിയിൽ പോയിട്ടാണ് ആഘോഷിച്ചത് എന്ന് ജോർജ് ചേട്ടൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? പള്ളി പോയി, പിന്നെ ഇന്നലെ ഞങ്ങളുടെ മലയാളി ക്ലബ് ഉണ്ടായിരുന്നു, അതിന് പോയിരുന്നു. ആണോ? അസോസിയേഷൻ. അപ്പൊ അസോസിയേഷന്റെ ആഘോഷങ്ങളും ഒരു വശത്തൂടെ നടക്കുന്നു അല്ലേ? ഇന്നലെ ഞാനിപ്പം ജോർജ് ചേട്ടന്റെ അടുത്ത് ചോദിക്കായിരുന്നു, ബേബി ചേച്ചിക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ്സില് ബേബി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ത് ഗിഫ്റ്റാണ് ജോർജ് ചേട്ടൻ കൊടുത്തതെന്ന്. എന്താണെന്ന് പറയുമോ? ജോർജ് ചേട്ടൻ പറഞ്ഞത് എല്ലാ ഗിഫ്റ്റും അവൾക്ക് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. എന്നാലും എന്തൊക്കെയോ തന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു വാച്ച് തന്നിട്ടുണ്ട്. ആഹാ, എത്ര വർഷം മുമ്പാണത്? അത് ആയിട്ടില്ല, നേരത്തെയൊക്കെ പുള്ളിക്ക് ഇഷ്ടമുള്ളത്, എന്നെ അറിയാതെ എന്നെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ മേടിച്ചു തന്നിരുന്നു. അതൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് മേടിച്ചു ഞാന്. പിന്നീട് പക്ഷെ പിന്നെ എന്നെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു വാച്ച് മേടിച്ചു തന്നത്, അത് എനിക്ക് ഒരുപാട് ഇഷ്ടം. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സീരിയസ്ലി? ഓക്കെ, ഇതിപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതുപോലെ തിരിച്ചെന്തെങ്കിലും ഒക്കെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ടോ? പല ഗിഫ്റ്റും, ഒരുപാട് ഗിഫ്റ്റ്. പുള്ളി സ്വന്തമായിട്ടൊന്നും സെലക്ട് ചെയ്യത്തില്ല, ഫാഷനായിട്ടുള്ള ഒന്നും. ഓക്കെ, അതല്ല ഒന്നും. അങ്ങനെയൊക്കെ ഉള്ള ഹസ്ബൻഡ്സ് ഉള്ളവരാണെങ്കിൽ മിക്കവാറും അവർക്ക് നല്ല ഡ്രസ്സുകൾ എടുക്കുക, നല്ല അവരെ എന്താ പറയാ, എല്ലാം വൈഫിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കും അല്ലേ? പ്രത്യേകിച്ച് നാട്ടിലേക്കൊക്കെ പോകുമ്പോഴാണ് അത് ശരിക്കും അറിയുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ആന്റിമാരും അങ്കിൾമാരും ഒക്കെ ചെയ്യുന്നത്. അങ്കിൾ വന്നതേ ചോദിക്കും, എന്റെ ബ്ലൂ ഷർട്ട് നീ എടുത്തില്ലേ, എന്റെ യെല്ലോ ഷർട്ട് നീ എടുത്തില്ലേ എന്ന്. അതായത് ഇതൊക്കെ വൈഫിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഫാഷൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ ഇവർ കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും അല്ലേ? അപ്പോൾ അതിന് മറ്റൊരു വശം കൂടെ ഉണ്ട് കേട്ടോ. ബേബി ചേച്ചി വളരെ സ്മാർട്ടാണെന്ന് അംഗീകരിക്കലും കൂടെയാണത്. എന്തോ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എത്ര കുട്ടികളാണ്? അത് കൂടി പറഞ്ഞോളൂ. എന്ത് ചെയ്യുന്നു? കുട്ടികളുടെ പേര് കൂടി പറഞ്ഞോളൂ. മകള് ക്രിസ്റ്റി. ഓക്കെ, മകൻ റോബിൻ. ഓക്കെ, ഫൈൻ. ഈ ഒരു വാലന്റൈൻസ് ഡേ ഇപ്പൊ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 32 വർഷം. എത്ര വർഷമാണ്? 32. ഓക്കെ, ഈ 32 വർഷത്തെ വിവാഹ ജീവിതം കഴിഞ്ഞ് ഇന്ന് വാലന്റൈൻസ് ഡേയിൽ ഹസ്ബൻഡിനോടും അതല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ഇഷ്ടപ്പെടുന്നവരോടുമായിട്ട് പറയാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ക്ഷമിച്ചും സഹിച്ചും സഹകരിച്ച് പോകുക. ഓക്കെ, ഫൈൻ. അതൊരു വളരെ നല്ല മെസ്സേജാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങളുടെ മെസ്സേജ് എന്ന് തോന്നുന്നു. കാരണം ഇത്തിരി മുൻപ് പറഞ്ഞതുപോലെ തന്നെ, ബേബി ആന്റി പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും സാരമില്ല, ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ലൈഫ് ലോങ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈഫ് ലോങ് ഉണ്ടാകുന്നതല്ലല്ലോ, അത് ആ ദിവസത്തേക്കല്ലേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പൊ ആന്റി, താങ്ക്സ് ഫോർ കോളിംഗ്. ജോർജ് അങ്കിളിന്റെ അടുത്തും പറയൂ താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത് ഇത് ഇത്ര തന്നെയാണ്. ഈ ഒരു ലാസ്റ്റ് കോളിൽ നിന്നും നമ്മളുടെ ഇന്നത്തെ വാലന്റൈൻസ് ഡേയുടെ ഫുൾ മെസ്സേജും നമ്മൾക്ക് കിട്ടിയിരിക്കുകയാണ്. 32 ലോങ് ഇയേഴ്സ് ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്, അതൊരു വലിയൊരു അച്ചീവ്മെന്റുമാണ്. അപ്പോൾ ആ ലൈഫിന്റെ സക്സസ് എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ തെറ്റുകൾ ഒരുപാട് ചൂണ്ടിക്കാണിക്കാതെ, എപ്പോഴും കുറ്റപ്പെടുത്താതെ പരസ്പരം സ്നേഹിച്ച്
പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തിയുമൊക്കെയാണ്. ബട്ട് സ്റ്റിൽ ജീവിതം എന്നുള്ളത് കൂടുതൽ ബ്യൂട്ടിഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും പരസ്പരമുള്ള ഒരു താങ്ങും സപ്പോർട്ടും ഒക്കെ നമുക്ക് വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ആ ലാസ്റ്റ് കോൾ. അപ്പോൾ അവർക്ക് എല്ലാവിധ വിശ്വാസം നൽകുന്നു. ഒപ്പം ലോകമെങ്ങും വാലന്റൈൻസ് ഡേ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർട്ടി വാലന്റൈൻസ് ഡേ വിഷസ് നൽകുന്നു, എൻ്റെയും കൈരളിയുടെ ഹോൾ ക്രൂവിൻ്റെയും ഭാഗത്തു നിന്നും. അപ്പോൾ നമ്മൾക്ക് കാണാം വീണ്ടും അടുത്ത ആഴ്ച അമേരിക്കൻ കഫേയിലൂടെ തന്നെ. ഇന്ന് യാത്രാമൊഴി ചോദിക്കുന്നു ആൻ എന്ന ഞാൻ.